ये वाला ഹലോ, ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. കാരണം ഇതെൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പിനെ കുറിച്ചാണ്. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയ യാത്രയെക്കുറിച്ച്. ഇത് നാഗാലാൻഡ്. ഇവിടേക്കായിരുന്നു എൻ്റെ യാത്ര. ആദ്യമായിട്ട്, അതും ഒറ്റയ്ക്കൊരു യാത്ര പോകുമ്പോൾ എന്തുകൊണ്ട് നാഗാലാൻഡ്, വൈ എന്നെൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഈ സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 വർഷത്തെ പഴക്കമുണ്ട് എൻ്റെ ഈ ആഗ്രഹത്തിന്. അത് ഇതുവരെ നടക്കാതെ പോയതിൻ്റെ മെയിൻ കാരണം ഈ കംഫർട്ട് സോൺ വിട്ട് പുറത്തിറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇത്രയും നാളും ജീവിച്ച് വളർന്ന ഒരു സാഹചര്യമൊക്കെ വിട്ടിട്ട് കണ്ടറിവില്ലാത്ത, കേട്ടറിവില്ലാത്ത, ഭാഷ പോലും അറിയാത്ത ഏതോ ഒരു നാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാമെന്നുള്ള ഒരു സംഭവം, അതൊരു വലിയ ക്രൈസിസ് തന്നെയായിരുന്നു. അങ്ങനെ പലപ്പോഴായി പ്ലാൻ ചെയ്ത് വേണ്ടാന്ന് വെച്ച് അവസാനം ആഗ്രഹിച്ച് ഞാൻ എൻ്റെ സോളോ ട്രിപ്പ് നടത്തിയെടുത്തത് ഈ കഴിഞ്ഞ 2023 നവംബർ 29-നാണ്. അങ്ങനെ ഈ കേരളത്തിൽ എറണാകുളത്ത് എടപ്പള്ളിയിലിരിക്കുന്ന ഞാൻ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അകലെയുള്ള അങ്ങ് ദൂരെ നോർത്ത് ഈസ്റ്റിലുള്ള നാഗാലാൻഡിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അപ്പോഴും നാഗാലാൻഡ് എന്തുകൊണ്ട് വന്നു എന്നതിനൊരു തീരുമാനമായില്ലല്ലോ. അതിൻ്റെ ഉത്തരം ഈ സിനിമയാണ്. യാത്രയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ഫേവറേറ്റ് മൂവി തന്നെയായിരിക്കും ദുൽഖർ സൽമാൻ്റെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമ. നാഗാലാൻഡിലുള്ള തൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ ആളവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഇവൻറ്റ് നടക്കുന്നതും ആളതൊക്കെ കാണുന്നതൊക്കെയുള്ള സീനാണിത്. ഈ ട്രൈബ്സൊക്കെ വന്ന് പെർഫോം ചെയ്യുന്ന ഈ കളർഫുൾ പരിപാടിയുടെ പേരാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. നാഗാലാൻഡിനെ കുറിച്ചും ഈ ഹോൺബിൽ ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് ഈ സിനിമയുടെ ഇൻ്റർവ്യൂസിലൂടെയാണ്. എന്തോ ഈ സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഹോൺബിൽ ഫെസ്റ്റിവൽ നേരിട്ട് കാണണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം തോന്നി. ഓരോരോ ആഗ്രഹങ്ങളല്ലേ മനുഷ്യനെ ഓരോ സ്ഥലത്ത് എത്തിക്കുന്നേ. അങ്ങനെ നവംബർ 29-ന് വെളുപ്പിന് ഏകദേശം ഒരു 5:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ക്യാബിന് കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോവാണ്. എൻ്റെ ഫ്ലൈറ്റ് 6:40-ക്കാണ്. പോകുന്ന വഴി മൊത്തം ക്യാബിലെ ചേട്ടനായിട്ട് സംസാരിച്ചാണ് പോകുന്നത്. യാത്ര നാഗാലാൻഡിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ ആൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ ട്രിപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസും, എവിടെയാണ് സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടോ, എങ്ങനെയത് പ്ലാൻ ചെയ്ത് എല്ലാ കഥയും ചോദിച്ചിറങ്ങിയാൽ പോകുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ പോവുക. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഫ്ലൈറ്റ് അങ്ങനെയാണ്. ഒരു ലേ ഓവർ ഉണ്ട്, കൊച്ചി ടു ബാംഗ്ലൂർ. അവിടെ ഒരു 7 hours ലേ ഓവർ. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ആസാമിൽ ഗുവാഹട്ടി. ഇതാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ എയർപോർട്ടിലെത്തി. പിന്നെ അവിടുത്തെ ഫോർമാലിറ്റീസും ചെക്കിനൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൻ്റെ ടൈം ആവും വരെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാണ്. ആഹാ, എന്താ സന്തോഷം! ഇതെൻ്റെ ഫസ്റ്റ് ടൈമൊന്നുമല്ല ഫ്ലൈറ്റിൽ കയറുന്നത്. ഇതിനു മുമ്പ് ഞാൻ മുംബൈക്ക് പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ഷാനിയുടെ ഒപ്പം വേറൊരു ഫ്രണ്ടിൻ്റെ മറാഠി വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ. അന്ന് പക്ഷേ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതും എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസും അവൾ ചെയ്തുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല. ഞാനിങ്ങനെ പാട്ടും പാടി കൂളായിട്ട് നടക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഐഡിയ ആയി പോയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഒരു ടെൻഷൻ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ ഫ്ലൈറ്റിൽ കയറി ആ സീറ്റിലിരുന്ന് കഴിഞ്ഞപ്പോണ്ടല്ലോ, പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ചില്ലായിരുന്നു. എയർ ഇന്ത്യയിലിരുന്ന് ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ അളവൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പാട്ടൊക്കെ കേട്ട് രാത്രി യാത്രയായിരുന്നു കൂടുതലും. അതുകൊണ്ട് തന്നെ ഈ ഏരിയൽ വ്യൂ എനിക്ക് മിസ് ചെയ്തു. അതുകൊണ്ട് ഈ യാത്രയിൽ കൂടുതലും ഞാൻ പകലാണ് ഫ്ലൈറ്റ് എല്ലാം ചൂസ് ചെയ്തിരിക്കുന്നത്, ഈ കാഴ്ച ഇങ്ങനെ കണ്ട് യാത്ര ചെയ്യാൻ. വീഡിയോയിൽ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഫ്ലൈറ്റ് ഡയറക്റ്റ് നാഗാലാൻഡിലേക്കല്ല. നമ്മൾ ആസാം ചെന്നിട്ട് അവിടെ നിന്നാണ് നാഗാലാൻഡിലേക്ക് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് നാഗാലാൻഡിലെ ദിമാപൂരിലേക്ക് ആക്ച്വലി ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷേ അതിന് കത്തിയ റേറ്റ് എന്ന് വെച്ചാൽ അടുക്കാൻ പറ്റാത്ത റേറ്റാണ്. 25,000 ആയിരുന്നു സ്റ്റാർട്ടിങ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചീപ്പർ ഓപ്ഷൻ ചൂസ് ചെയ്തത്. ഇത് കണക്ഷൻ ഫ്ലൈറ്റാണ്, ആസാമിലേക്ക് ഡയറക്റ്റ് അല്ല. നമ്മൾ ബാംഗ്ലൂർ ചെന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. അതും ബാംഗ്ലൂർ 7 hours ലേ ഓവർ ഉണ്ട്. അതായത് 7 മണിക്കൂർ കട്ട പോസ്റ്റ് അടിച്ച് ബാംഗ്ലൂർ എയർപോർട്ടിലിരിക്കണം. അപ്പോൾ 8 മണിക്ക് ബാംഗ്ലൂർ എത്തും. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അടുത്തുള്ള ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്ന് അടുത്ത ഫ്ലൈറ്റ് കയറാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസ് എന്ന് നോക്കിയപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത് ബാംഗ്ലൂർ പാലസ് ആയിരുന്നു. എന്തോ കൊട്ടാരങ്ങൾ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ഞാൻ ഏത് സ്ഥലത്തേക്ക്
ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്തെങ്കിലും ഹിസ്റ്ററിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, പാലസ് അല്ലെങ്കിൽ മ്യൂസിയം, ടോംബ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കാണാൻ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട്. എന്തോ എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ പാലസാ ഏത് രാജാവിൻ്റെയാണ്, ഏത് വർഷം നിർമ്മിച്ചതാണെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. അത്രയ്ക്ക് ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള വ്യക്തിയൊന്നും അല്ല ഞാൻ. പക്ഷേ എനിക്കിതൊക്കെ കാണാനും അറിയാനും ഭയങ്കര ഇഷ്ടമാണ്. അതെന്തോ ഒരു പ്രത്യേകതരം ക്രേസ് ഉണ്ട് എനിക്ക്. മേഘങ്ങളുടെ മുകളിൽ കൂടെയുള്ള യാത്ര നോക്ക് എന്ത് ഭംഗിയാണെന്ന്. ഇതൊന്നും നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പകൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞാൻ ഒരു പോളെ കണ്ണടയ്ക്കാറില്ല. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ട്രെയിനിലും ബസ്സിലും കൂടെ പോകുമ്പോൾ ഉള്ള കാഴ്ച പോലെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. വല്ലാലത്തും ഫ്ലൈറ്റ് കയറുമ്പോഴല്ലേ കാണുന്നുള്ളൂ. ബാംഗ്ലൂർ എയർപോർട്ട് എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ക്ലിയർ വിഷ്വൽസായി ഫ്ലൈറ്റ് താഴ്ന്ന് പറന്നു തുടങ്ങിയപ്പോൾ. ഈ ഫ്ലൈറ്റിൽ ഞാൻ തീരെ ഉറങ്ങിയില്ല. കാര്യം വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിലും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിട്ടും എന്തോ ഉറങ്ങാൻ തോന്നിയില്ല. വിൻഡോ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഇതാ പുറത്തിറങ്ങിയപ്പോൾ ഇതാ വേറൊരു ഫ്ലൈറ്റ് ദൂരെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന കണ്ടോ മേഘങ്ങളുടെ ഇടയിലേക്ക്. അതാ മോർണിംഗ് സൺലൈറ്റിൽ ഇങ്ങനെ പറന്നു പോകുന്ന കാണാൻ എന്ത് രസാലേ. ഇങ്ങനത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട പരിസരം മറന്ന് സ്റ്റക്കായി നിൽക്കുന്ന ഒരു പ്രത്യേകതയും എനിക്കുണ്ട്. എന്തായാലും ലാൻഡ് ചെയ്തതോടെ മാറണ വിശപ്പങ്ങ് തുടങ്ങി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെച്ച് പിടിച്ച് പുറത്തേക്ക് പോവുക. ഇവിടെ ഒരു മൂവിങ് വാക്ക് വേ കണ്ടു. കാര്യം ഇതിനേക്കാളും സ്പീഡിൽ അപ്പുറത്തൂടെ നടന്നു പോകാൻ പറ്റുമായിരുന്നെങ്കിലും നമ്മൾ ഈ ടാബ്ലോ പോകുന്ന പോലെ ഇങ്ങനെ പോകാനൊരു രസമില്ലേ, അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 hours ഒരു ലേ ഓവർ അഥവാ കട്ട പോസ്റ്റ് ഇവിടെ ഉള്ളതുകൊണ്ടും തീരെ ധൃതിയില്ലാത്തവർക്ക് പറ്റിയ പരിപാടിയാണ് അത്. കുറച്ച് സമയം ഇവിടെ പോയി കിട്ടും. അങ്ങനെ അറ്റുനോറ്റ് ആഗ്രഹിച്ച് സോളോ ട്രിപ്പ് നടത്തിയ എല്ലാ സന്തോഷത്തോടെയും ഞാൻ നടന്നു പോവുകയാണ്. ഈ എയർപോർട്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം ഇതിൻ്റെ ഭംഗിയും സൗകര്യങ്ങളും മാത്രമല്ല, ഇവിടുത്തെ വാഷ്റൂം, അതാണ് ഇവിടുത്തെ മേജർ ഹൈലൈറ്റ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ ഗേൾസിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു വാഷ്റൂമാണ്. എല്ലാ ഹൈജീൻ പാരാമീറ്റേഴ്സും ഉള്ളൊരു വാഷ്റൂമാണ് ഇവിടെ. ഡിസ്പോസിബിൾ ടോയ്ലറ്ററി സീറ്റ് തുടങ്ങി സാനിറ്ററി നാപ്കിൻസിൻ്റെ ഡിസ്പെൻസർ വരെയുണ്ട്. അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇനി ആദ്യമേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കണം. പിന്നെ ബാംഗ്ലൂർ പാലസൊക്കെ ചുറ്റിക്കണ്ട് തിരിച്ചടുത്ത ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോൾ ഇങ്ങോട്ട് തന്നെ എത്തണം. അതിന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ട് മോഡ് കണ്ടുപിടിക്കാമെന്ന് കരുതി. വല്ല ഷെയർ ടാക്സിയോ ബസ്സോ അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് കരുതി. പക്ഷേ എയർപോർട്ടിന് പുറത്തിറങ്ങിയപ്പോൾ കത്തുന്ന വെയിലും എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് നടക്കാൻ ഒത്തിരി ദൂരം. ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ അങ്ങ് മടിയായിപ്പോയി. പിന്നെ അടുത്ത് നിന്നിട്ടുള്ള എയർപോർട്ട് ടാക്സിക്കാരനാണെങ്കിൽ വാ വാ എന്ന് പറഞ്ഞ് ഭയങ്കര വിളിയാണ്. അതോടെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെന്ന് റേറ്റൊക്കെ ചോദിച്ചു. ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബാംഗ്ലൂർ പാലസൊക്കെ കണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് 2000 ബിലോ ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് ചൂസ് ചെയ്യാമെന്ന് കരുതി പുള്ളിയുടെ ഒപ്പം പോയി ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് കണ്ടു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇഡ്ഡലി എന്തോ കഴിച്ചത്. ഇനി നേരെ ബാംഗ്ലൂർ പാലസിലേക്കാണ് പോകുന്നത്. പോകുന്ന സമയത്ത് കാറിൽ ടോട്ടൽ സൈലൻസ് ആയിരുന്നു, ഡെഡ് സൈലൻസ്. കാരണം ഡ്രൈവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്കാണെങ്കിൽ ഹിന്ദി ഫ്ലുവൻറ്റും അല്ല. അങ്ങനെ കാര്യമായിട്ടൊന്നും സംസാരിക്കാതെ അവാർഡ് പടം പോലെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കൊച്ചി എയർപോർട്ട് വരെ ക്യാബ് ഡ്രൈവറിൻ്റെ അടുത്ത് വാതോരാതെ സംസാരിച്ച് എന്നെ ഞാൻ വല്ലാതെ മിസ് ചെയ്തു. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട ഒരോളത്തിൽ അങ്ങ് പോയി. ബാംഗ്ലൂർ പാലസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്തോ എക്സിബിഷൻ നടക്കുമായിരുന്നു. അതിൻ്റേതായിട്ടുള്ള കുറേ ബഹളവും ബ്ലോക്കും അവിടെ ഇവിടെയൊക്കെ പല എൻട്രിയും ക്ലോസ്ഡൊക്കെ ആയിരുന്നു. ആദ്യം അവിടെ അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ സെക്യൂരിറ്റീസൊക്കെ പറഞ്ഞു പാലസ് ക്ലോസ്ഡ് ആണ് ഇന്നെന്ന്. ഞാനങ്ങ് ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അകത്തുനിന്ന് ചെന്നപ്പോൾ അവർ പറഞ്ഞു എൻട്രി ഓപ്പൺ ആണ്, കയറിക്കോളാൻ. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പാലസ് കാണാൻ കയറി. ചേട്ടനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ബാംഗ്ലൂർ പാലസിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. ഫോട്ടോസൊക്കെ പിന്നെ ആൾക്കാരെടുക്കും, പക്ഷെ വീഡിയോസ് ഒട്ടും അലൗഡ് അല്ല. പിന്നെ ഞാനത് മൊത്തം വീഡിയോ എടുത്ത് എല്ലാവരും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് എന്താ കാണാനുള്ളത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഔട്ട് സൈഡിൽ നിന്ന് കുറച്ചൊരു വീഡിയോ എടുത്തു. പിന്നെ അകത്ത് കയറുമ്പോൾ നമുക്കൊരു വാക്ക്മാൻ പോലത്തെ ഒരു സംഭവം തരും. അതിൽ ഓരോ സ്പോട്ടിലും നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഈ വാക്ക്മാനിലുള്ള നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഹിസ്റ്ററി മൊത്തം നമുക്ക് പ്ലേ ചെയ്യാം. ഇംഗ്ലീഷിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നമുക്ക് വാക്ക്മാനിൽ കേട്ടുകൊണ്ടിരിക്കാം. ബാംഗ്ലൂർ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണാനൊരു സ്ഥലമാണ്. വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടും. എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. നന്നായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഇക്കാലം അത്രയും ആ സംഭവങ്ങളെല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അറിയാലോ, ഇച്ചിരി പാലസ് ഭ്രാന്തുള്ളതാണ്. തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ്. ഇവിടെ വെച്ചാണ് എൻ്റെ സോളോ ട്രിപ്പിലെ മികച്ച ഒരു സ്കാം സംഭവിക്കുന്നത്. വെറും 2000 രൂപയിൽ താഴെ മാത്രമേ ചാർജ് ആവൂ എന്ന് പറഞ്ഞ് ഉറപ്പ് പറഞ്ഞ് എന്നെ ടാക്സി കയറ്റി കൊണ്ടുപോയ ചേട്ടൻ കൃത്യ എയർപോർട്ട് എത്തിയപ്പോൾ എന്നോട് പറഞ്ഞത് 3000 രൂപ. ഞാൻ ചോദിച്ചപ്പോൾ വെയിറ്റിംഗ് ചാർജ്, മറ്റേ ചാർജ്, മറിച്ച ചാർജ് എന്ന് പറഞ്ഞ് ഒരു നീണ്ട ലിസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത്. ബാർഗെയിൻ ചെയ്യാൻ പോലുള്ള ഹിന്ദി എൻ്റെ കയ്യിലില്ലായിരുന്നു. എന്നിട്ടും വിട്ടുകൊടുക്കാൻ മനസ്സ് വരാതെ ഞാൻ വെറുതെ കുറേ ഇംഗ്ലീഷ് അങ്ങോട്ടും വേസ്റ്റ് ചെയ്തു, ചേട്ടൻ കുറേ ഹിന്ദി ഇങ്ങോട്ടും വേസ്റ്റ് ചെയ്തു. ഇനിയും തർക്കിച്ചുകൊണ്ട് നിന്ന് എൻ്റെ ഫ്ലൈറ്റും കൂടെ മിസ്സാവും എന്ന ഘട്ടം വന്നപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കുറേ മലയാളം ആ ചേട്ടൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ആ കാശ് കൊടുത്തിട്ട് പോന്നു. ഇത്രയെങ്കിലും ചെയ്തതിൽ എനിക്ക് വല്ലാണ്ട് റിഗ്രറ്റ് അടിച്ചു പോയാൽ. അങ്ങനെ നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ട എൻ്റെ വിഷമം തീർക്കാൻ ഞാനൊരു സാൻഡ്വിച്ചും കോഫിയും വാങ്ങി കഴിച്ചു. എന്നിട്ടും വിഷമം മാറാണ്ടിരുന്നപ്പോൾ ഞാനൊരു വലിയ ഡയറി മിൽക്കും കൂടെ വാങ്ങി കഴിച്ചു. അപ്പോൾ കുറച്ചൊരു ആശ്വാസം തോന്നി. വിഷമം വരുമ്പോൾ ഫുഡ് കഴിക്കുക, അതാണ് എൻ്റെ തിയറി. അതാകുമ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു ഫ്ലോയിലും ടേസ്റ്റിലും കുറച്ച് നേരത്തേക്ക് എല്ലാം മറന്നിരിക്കാമല്ലോ. അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. നെക്സ്റ്റ് ഫ്ലൈറ്റിന് 3:30 ആണ്. ആക്ച്വലി 3 o'clock ആയിരുന്നു ഫ്ലൈറ്റ്, പക്ഷേ ഡിലേ വന്നിട്ടാണ് ഇപ്പോൾ 3:30. ഇനിയുള്ള ജേർണി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് സ്ട്രെയിറ്റ് ടു ഗുവാഹത്തി, അതായത് ആസാമിലേക്ക്. കൊച്ചിയിൽ നിന്ന് കയറിയിട്ട് ഈ നിമിഷം വരെ സത്യത്തിൽ ഞാൻ അധികാരമായിട്ടും കമ്പനി അടിച്ചിട്ട് പോലുമില്ല. ടോട്ടലി എലോൺ ആണ്. ബട്ട് സ്റ്റിൽ ഐ എം സോ ഹാപ്പി. ഞാൻ എൻ്റെ യാത്രയുടെ ഓരോ മൊമെൻറ്റും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മൊമെൻറ്റിൽ പോലും വേണ്ടായിരുന്നു, ഇല്ല ബോറടിക്കുന്നുണ്ടായിരുന്നു, ഒന്നുമില്ല. മുന്നോട്ട് എന്ത് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് മാത്രമേ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ആസാമിലേക്കുള്ള ഫ്ലൈറ്റ് കയറി ഗുവാഹട്ടിയിൽ ഏകദേശം ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എത്തും. അവിടെ ചെന്നാലുള്ള സ്റ്റേ ഓപ്ഷൻ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നാഗാലാൻഡിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആകെ ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ള ഇത് മാത്രമായിരുന്നുള്ളൂ. ഗുവാഹട്ടി തന്നെയുള്ള സ്റ്റാർ ഗേസ് ഹോസ്റ്റലാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറേ റീൽസും യൂട്യൂബ് വ്ളോഗ്സൊക്കെ കണ്ടിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു ഐറ്റമാണ്. ട്രാവൽ ചെയ്യുമ്പോൾ ഈ ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനാണിത്. ഇങ്ങനത്തെ ഹോസ്റ്റൽസ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഫോറിനേഴ്സൊക്കെ വന്ന് താമസിച്ച് റിവ്യൂ ഒക്കെ തന്നിട്ടുള്ള ഹോസ്റ്റൽസാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർക്ക് അവരുടെ രാജ്യത്ത് നിന്ന് ഇവിടെ വന്നൊരു ഫേക്ക് പ്രൊമോഷനോ മാർക്കറ്റിങ്ങോ റിവ്യൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സോ അവരുടെ റിവ്യൂസ് കുറച്ചുകൂടെ ജെനുവിൻ ആയിരിക്കും. അങ്ങനെ സ്റ്റാർ ഗേസ് ഹോസ്റ്റൽ ഞാൻ ബുക്ക് ചെയ്തത് ആ ടൈമിൽ ഒരു 300 to 400 റേഞ്ചിലായിരുന്നു അതിൻ്റെ പെർ നൈറ്റ് ചാർജസ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ ഈ നാഗാലാൻഡ് യാത്രയുടെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കഥകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ സോളോ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തത് നവംബറിലാണെന്ന് പറഞ്ഞല്ലോ. ആ ടൈമിൽ ഇച്ചിരി വൈറലായിട്ട് നിൽക്കുന്നത് അപ്കമിങ് ആയിട്ടുള്ളൊരു ഇവൻറ്റ് ഹോൺബിൽ ഫെസ്റ്റിവലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്നാൽ നാഗാലാൻഡ് നോക്കണോ എന്ന് കരുതിയത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ കുക്കീസിനൊക്കെ പിന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയതുകൊണ്ട് നമ്മളൊരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം നിറയെ അതായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു തവണ ഹോൺബിൽ ഫെസ്റ്റിവലിനെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മുമ്പിൽ വരുന്നത് മൊത്തം ഹോൺബിൽ ഫെസ്റ്റിവൽ, അവിടുത്തെ സ്റ്റേ, അതിനേക്കുള്ള പാക്കേജസ്, അങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് ഹോൺബിൽ ഫെസ്റ്റിവൽ വന്ന് നിറഞ്ഞു. ഇതൊക്കെയാണല്ലോ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാനും ഹോൺബിൽ ഫെസ്റ്റിവൽ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോഴും തീരുമാനിച്ചിട്ടൊന്നുമില്ല പോകുന്നത്, കാരണം ഫസ്റ്റ് ട്രിപ്പാണ്, ആരെങ്കിലും നാഗാലാൻഡ് ചൂസ് ചെയ്യോ എന്നൊക്കെ തന്നെയായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റിൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഐഡിയ ഇല്ലാത്ത നാഗാലാൻഡ് എന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു വൈറ്റ് പിക്ചറാക്കി എനിക്ക് തന്ന് മോട്ടിവേഷന് കുത്തി നിറച്ച് അങ്ങോട്ടേക്ക് പോകണം എന്നൊരു 50% പോലും ഉറപ്പിക്കാതിരുന്ന എനിക്ക് 100% ധൈര്യവും തന്നെ അങ്ങോട്ട് എന്നെ തള്ളി വിട്ട ഒരു സ്ട്രേഞ്ചറിനെ കുറിച്ചാണ്. ഈ ഒരു വ്യക്തിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായാലും ഞാൻ സോളോ ട്രിപ്പ് പോയേനെ. പക്ഷേ അതൊരിക്കലും നാഗാലാൻഡിലേക്കാവില്ലായിരുന്നു. ഈ സ്ട്രേഞ്ചറിലേക്ക് ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കഥ കൂടെ പറയാം. അതായത് ഈ ഇൻസ്റ്റാഗ്രാം നിറയെ എനിക്ക് കുറേ സജഷൻസ് വന്നുകൊണ്ടേയിരിക്കുമായിരുന്നല്ലോ ഓരോ സ്റ്റേയിനെ കുറിച്ച്. അങ്ങനെ വരുന്ന ഓരോ സ്റ്റേയിനെ കുറിച്ചും അവരുടെ പേജൊക്കെ കയറി സ്റ്റോറീസും ഹൈലൈറ്റ്സൊക്കെ കയറി എനിക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു പേജായിരുന്നു സ്റ്റാർ ഗേപ്പർ. ഹോസ്റ്റലിൽ ബുക്ക് ചെയ്ത സ്ഥലം സ്റ്റാർ ഗെയ്സറാണ്, ഇത് സ്റ്റാർ ഗേപ്പർ. അപ്പോൾ ഇതിൻ്റെ പ്രൊഫൈലിൽ കയറിയപ്പോൾ നല്ല പാക്കേജൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്, ടെൻറ്റ് സ്റ്റേ ഒക്കെ ഓഫർ ചെയ്യുന്നൊരു ടീമാണ് അവർ. അങ്ങനെ അവരുടെ നാഗാലാൻഡ് സ്റ്റോറീസ് ലാസ്റ്റ് ഹോൺബിൽ ഫെസ്റ്റിവൽ അവർ ഹോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു സ്റ്റോറി ഹൈലൈറ്റ്സ് ഒക്കെ ഞാനിങ്ങനെ റാൻഡമായിട്ട് ചെക്ക് ചെയ്ത് പോവാം.
അങ്ങനെ ചെക്ക് ചെയ്ത് പോകുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഒരു മലയാളം ക്യാപ്ഷൻ ഉടക്കി. ഇന്നത്തെ സ്റ്റേ എവിടെയാണെന്നൊക്കെ പറഞ്ഞ് ഒരാൾ ഒരു സ്റ്റോറി ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇവൻ മലയാളിയാണ്, ഇവൻ ഇവിടെ പോയിട്ടുണ്ട്, സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ ഒരാളെ കിട്ടിയുണ്ട്. ഞാൻ ആ ടാഗ് നോക്കി അയാൾക്ക് പോയി മെസ്സേജ്. അതാണ് ഞാൻ പറഞ്ഞ സ്ട്രേഞ്ചർ. ഞാൻ കണ്ട സ്റ്റോറിയും കൂടെ ഇവിടെ കാണിച്ചു തരാം. ഇത് ആഷിഖ്. ഒരു പരിചയമില്ലാത്ത എനിക്ക് ഇവൻ തന്ന മോട്ടിവേഷനും സപ്പോർട്ടും കാരണമാണ് ഞാൻ നാഗാലാൻഡ് എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പിന് വേണ്ടി ചൂസ് ചെയ്തത്. 2022 ഹോൺബിൽ ഫെസ്റ്റിവൽ ഇവൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡൗട്ട് ചോദിച്ചതും എൻ്റെ എല്ലാ ടെൻഷൻസും എല്ലാം ക്ലിയർ ആക്കി തന്നു. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ഗേൾസിന് പോകാൻ പറ്റിയ സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണോ നാഗാലാൻഡ്, അതോ ആദ്യമായിട്ട് ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യുന്നൊരു വ്യക്തിനെ സംബന്ധിച്ചെന്നൊക്കെ. അപ്പോൾ ഇവനാണ് പറഞ്ഞത് ഒന്നും പേടിക്കാനില്ല, ഈവൻ ഹിന്ദി അറിയില്ലെങ്കിലും സേഫാണ്, അവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, പിന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല, സേഫ്റ്റി കൺസേൺസ് ഒന്നും വേണ്ട, ധൈര്യമായിട്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് പുഷ് ചെയ്തത് ഇവൻ തന്നെയാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ മാത്രം മൈൻഡിലുണ്ടായിരുന്ന എൻ്റെ അടുത്ത് സൂക്കോ വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്, ആ താഴ്വര പോയി കാണണം, ആ ട്രെക്കിംഗ് പോയി ചെയ്യണം എന്നുകൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഇവൻ കാരണമാണ് ഞാൻ നാഗാലാൻഡ് ചൂസ് ചെയ്തത്. ഇതാണ് ഈ യാത്രയുടെ ബിഹൈൻഡ് ദ സ്റ്റോറി. കഥയൊക്കെ പറഞ്ഞു പറഞ്ഞത് ആ ഫ്ലൈറ്റ് ആസാം എത്താറായി. ഈ ആസാമിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് യാത്രയിൽ സൺസെറ്റും നല്ല ക്ലൗഡും ഒക്കെ ആയിട്ട് കുറേ നല്ല വ്യൂ എനിക്ക് കിട്ടിയായിരുന്നു. നിങ്ങളെൻ്റെ ഈ കഥ പറച്ചിലിൻ്റെ ഇടയിൽ മൊത്തം അത് കണ്ടല്ലോ, നല്ല ഭംഗിയായിരുന്നില്ലേ കാണാനായിട്ട്. അങ്ങനെ ഏകദേശം 6:30 ആയപ്പോൾ ഞാൻ ആസാമിലെത്തി. ആസാമിലെ ഗുവാഹത്തി എയർപോർട്ടിൽ. ഇതുവരെയുള്ള യാത്ര മൊത്തം ഫ്ലൈറ്റിലായതുകൊണ്ട് പ്രത്യേകിച്ച് ടെൻഷനോ അങ്ങനെ സേഫ്റ്റി കൺസേൺസോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കൂളായിരുന്നു ഞാൻ. ദാ ബോർഡൊന്ന് വായിച്ചേക്ക്, വെൽക്കം ടു ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, എங்கே ഇരുന്ന് എங்கே വന്നിട്ടെൻ്റെ. സത്യം പറഞ്ഞ ഈ ബോർഡ് കൊണ്ടുപോയപ്പോൾ ഭയങ്കര പ്രൗഡ് ഫീലായിരുന്നു. ഇത്രയും നാളൊരു വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ ദാ എവിടെയാണ് എത്തിയേക്കണേ, ആ ഒരു ഫീലായിരുന്നു. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് മാത്രമല്ല, ഇല്ലെങ്കിൽ സന്തോഷം കൊണ്ട് അവിടെ നിന്ന് തുള്ളിച്ചാടിയേനെ. ഇതാണ് നമ്മളുടെ ഗുവാഹത്തി എയർപോർട്ട്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എയർപോർട്ട് ചെറുതാണല്ലോ, ഇങ്ങനെയാണോ എയർപോർട്ട്, ഇങ്ങനെ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മതിമറന്നിങ്ങനെ നടന്നു. ഫ്ലൈറ്റിൽ ഒരേ ഇരിപ്പിരുന്ന് രാവിലെ തൊട്ട് ട്രാവൽ തന്നെയായിരുന്നല്ലോ. ആകെ വയറിൽ നീരൊക്കെ വീണ് ഇത്തിരി ടയേർഡായ പോലത്തെ അവസ്ഥയായിരുന്നു. ആ ലഗേജ് ആണെങ്കിൽ ഇതുവരെ വന്നിട്ടുമില്ല. കുറേ നേരം ബാഗേജിന് വേണ്ടി പോസ്റ്റ് കിട്ടി അവിടെ തന്നെ ഇരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ തന്നെ ഇന്ന് കിടന്ന് ഉറങ്ങേണ്ടി വരുമെന്ന്. അത്രയും ലേറ്റായി എനിക്ക് ബാഗ് കിട്ടാനായിട്ട്. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം അവസാനം ബാഗ് കിട്ടി. എത്ര ടയേർഡാണെങ്കിലും ചത്ത പോലത്തെ ഫേസ് ആണെങ്കിലും ഫോട്ടോ മുഖ്യം പിക്കിലെ. ഫോട്ടോസ് എടുക്കാൻ ഞാൻ വിടാറില്ല. കാരണം ഇതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പി മൊമെൻറ്റ്സാണ്. ഇതൊക്കെ ഞാൻ മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെച്ചില്ല പിന്നെ എന്താ ഉള്ളത്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കൊത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ടാക്സിക്കാരും ഓട്ടോക്കാരും തമ്മിൽ അടിയായിരിക്കും. ആ ബഹളത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. എനിക്ക് അത്രയും ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് ടാക്സിയൊക്കെ ബാർഗെയിൻ ചെയ്ത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ദൂരെ മാറി നിന്നിട്ട് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ചീപ്പറായിട്ട് നമുക്ക് കിട്ടും എന്നായിരുന്നു എൻ്റെ കാൽക്കുലേഷൻ. അതിനു മുമ്പേ ഫുഡാണല്ലോ നമ്മുടെ എല്ലാം. ആലു പറാത്തയും സബ്ജിയും കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതാ നല്ല ഫെമിലിയർ ആയിട്ടുള്ളൊരു മുഖം. ഇതാരത്? ഈ മൂണിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയോ ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെയൊക്കെ കണ്ട പോലത്തെ ഒരു ഫീലാണ് എനിക്ക്. അങ്ങനത്തെ സന്തോഷമൊക്കെ തോന്നുന്ന തരം പ്രത്യേകിച്ചൊരു വട്ടമുള്ളൊരു ടൈപ്പാണ് ഞാൻ. ഐ ലവ് ഗുവാഹട്ടി. ഈ ഐ ലവ് ട്രെൻഡൊക്കെ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ക്രേസി എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഐ ലവ് തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് എനിക്കിത് കാണുന്നത് തന്നെ ഇഷ്ടമല്ല. കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡ് കണ്ടു. അവിടെ നിന്ന് ഷെയർ ഓട്ടോ എടുത്തിട്ടാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഹോസ്റ്റലിൻ്റെ ഓണർ ദീപാങ്കർ എനിക്ക് മെസ്സേജ് കിട്ടായിരുന്നു, എവിടെയാണ് എത്തിയോ, എപ്പോൾ എത്തും എന്നൊക്കെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിരുന്നു. എൻ്റെ കൂടെ ഓട്ടോയിലൊരു തമിഴ്നാട്ടിലെ ഒരു ആർമിക്കാരനുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. ജസ്റ്റ് പുള്ളി ഷെയർ ഓട്ടോയ്ക്ക് എത്രയാണ് കൊടുക്കുന്നത്, ഞാൻ എത്രയാണ് കൊടുക്കുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, ഇത്രയൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. പുള്ളിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു പോകേണ്ടിരുന്നത്. അതുകൊണ്ട് ആദ്യം പുള്ളീനെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാമെന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു.
അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തു. ഈ ഓട്ടോയിലും ടാക്സിയിലും ട്രാവൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്യില്ല. കാര്യം അവർക്ക് വഴിതെറ്റിയാലും നമ്മളെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണമല്ലോ. അങ്ങനെ കരുതി ഞാൻ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തു. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തായിരുന്നു കേട്ടോ, ഞാൻ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്, ഡയറക്ഷൻസ് പറയാമെന്ന്. പല സമയത്ത് ഇയാൾ ഡയറക്ഷൻ തെറ്റി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായി. അപ്പോഴും പുള്ളി പറഞ്ഞു പുള്ളിക്ക് അറിയാവുന്ന വഴിയാണ്, ഒന്നും പേടിക്കാനില്ല, കൃത്യമായിട്ട് സ്ഥലത്തെത്തിക്കുമെന്നൊക്കെ. അങ്ങേരുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നുകൊണ്ട് മാത്രം 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് കറങ്ങി 2 മണിക്കൂർ കൊണ്ടാണ് ഞാൻ എത്തിയത്. അവസാനം ഗൂഗിൾ മാപ്പ് തന്നെ വേണ്ടി വന്നു. ഏകദേശം ഒരു 9:30 ആയപ്പോൾ ഞാൻ ഹോസ്റ്റലിലെത്തി. ഇതായിരുന്നു ഹോസ്റ്റൽ. ഡോമെട്രി റൂംസ് കുറേ ഉണ്ട്. ഈ ഒരു റൂമിലാണ് ഞാൻ കിടന്നത്. ഈ 2 ഡോമെട്രിയും ഒരു ഹോൾ പോലത്തെ സ്പേസിലാണ്. ഡോറെല്ലാം ഓപ്പൺ ആയിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കില്ല. ഞാൻ ഈ ഒരു ഡോമെട്രിയുടെ താഴത്തെ ബെഡാണ് ചൂസ് ചെയ്തത്. ഇവിടെ ലേഡീസ് ഡോമെട്രി അപ്പുറത്തൊരു സൈഡിലുണ്ട്, പക്ഷേ ഞാനത് ചൂസ് ചെയ്തില്ല. കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി ഏർലി മോർണിംഗ് അവർക്കൊരു ട്രെക്കിംഗ് ഉള്ളതുകൊണ്ട് നേരത്തെ കിടന്നു. അപ്പം ഞാനിപ്പോൾ ചെന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെയാണ് ചൂസ് ചെയ്തത്. ഇതൊരു വാഷ്റൂമാണ്. ഈ വാഷ്റൂമിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ബ്ലൂ ഡോറിലെ അതാണ് ലേഡീസിൻ്റെ ഡോമെട്രി. എന്തായാലും ഞാൻ ഇവിടെയാണ് ചൂസ് ചെയ്തത്. മേളിലത്തെ ബെഡിൽ ആരാ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞു ഒരു പയ്യനാണ്, മലയാളി തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു ആൾ ഓക്കെ ആണോ, സേഫൊക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഓണർ ഒരു വല്ലാത്ത ചിരി എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു ഹീസ് എ കൂൾ മാൻ, നോ പ്രോബ്ലം. ആ ചിരിയിൽ എന്തോ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചെങ്കിലും കൂടുതൽ തലപോഞ്ഞ് ആലോചിക്കാനുള്ള എനർജി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ചുരുണ്ടുകൂടി കിടന്നു. ഇത്രയുമാണ് ആസാം വരെയുള്ള എൻ്റെ വിശേഷങ്ങൾ. ഇനി എൻ്റെ സോളോ ട്രിപ്പിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.